പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വല്ലാത്തൊരു പരക്കം പാച്ചിലല്ലേ നമ്മളിപ്പോൾ. അതിനിടയ്ക്ക് അല്ലറ ചില്ലറ ഓർമ്മകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമുക്കും ഇല്ലേ? സ്വന്തം മനസാക്ഷിയോട് പറയാമോ അതില്ലെന്ന്? ഉണ്ട്. ആ വക സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നെയാണ് നമ്മയൊക്കെ ഇപ്പോഴും നയിക്കുന്നത്. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്വർണ്ണമയൂരമായി ഇവരും കടന്നു വന്നിരിക്കുകയാണ് ഒരു വിരുന്നുകാരെ പോലെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഏതോ കൽപ്പടവിൽ സന്ധ്യ കാവൽ നിൽക്കുമ്പോൾ കുങ്കുമം കുടഞ്ഞു രാത്രികൾ. നെല്ലപ്പെയ്തൊഴിയും നീലമഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ഈ കൈത്തിരിക്കിനാവുകളായി വാടാതെ നീ നിഴൽജാലകത്തിൽ കണ്ണൊഴിഞ്ഞു കാത്തു നിൽക്കവേ വസന്തകാലമാണൊരുത്സവം. ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ, അമ്മാനം മാനത്തെ കള്ളിമലർക്കിളിയേ. ദൂരെ വാർമുകിലിൽ നീർത്ത മിന്നൽ മിന്നവേ, എന്തിനോ കരഞ്ഞു താരകൾ. മൗനം നൊമ്പരമായി നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ഈ മൺചിരാതിലുമ്മ വച്ച കാറ്റാണു നീ, ഇളവെണ്ണിലാവ് കോർത്തു തന്ന മുത്താണു നീ, മറക്കുവാൻ മറന്ന സൗരഭം. ആരാരോ തേടുന്നു അന്തിനിലാവളിയേ, അമ്മാനം മാനത്തെ അല്ലിമലർക്കിളിയേ. കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റുപോലെ ഓർമ്മയിൽ. റിട്ടയർഡ് സ്കൂൾ അധ്യാപകനായ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൾ കൃഷ്ണവേണി ജോലി സംബന്ധമായി നഗരത്തിലെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിക്കാൻ അവൾക്ക് 2 കൂട്ടുകാരികളെയും കിട്ടി. സീതാലക്ഷ്മിയും സോഫിയും. ഉറ്റവരെ പോലെയും കൂടപ്പിറപ്പുകളെ പോലെയുമായിരുന്നു ആ മൂവർ സംഘത്തിന്റെ പരസ്പരമുള്ള സ്നേഹബന്ധം. ട്രൈബൽസിനെ കുറിച്ചുള്ള റിസർച്ചിന് വനാന്തരത്തിലെത്തുന്ന സീതാലക്ഷ്മി എന്ന ലച്ചുവിന് സംഘർഷഭരിതമായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റാം എന്ന യുവാവ് അവളുടെ രക്ഷകനായി എത്തുന്നു. ആ ബന്ധം ഗാന്ധർവ വിധിപ്രകാരം പോലെ അവളുടെ ഒരു ദിവസത്തെ വിവാഹ ജീവിതത്തിൽ കലാശിക്കുന്നു. ഗർഭിണിയായ സീതാലക്ഷ്മിയെ യാഥാസ്ഥിതികരായ ബ്രാഹ്മണ സമൂഹം പടിയടച്ച് പിണ്ടം വയ്ക്കുന്നു. ധനാഢ്യ കുടുംബത്തിലെ രഘുറാം എന്ന യുവാവിനെ വേണി വിവാഹം ചെയ്യാൻ പോകുന്നതിൻ്റെ 4 നാൾ മുമ്പ് കൂട്ടുകാരി സോഫിയയിൽ നിന്നും ഞെട്ടിക്കുന്ന സത്യം അവൾ അറിയുന്നു. വേണി വിവാഹം ചെയ്യാൻ പോകുന്ന രഘുറാമാണ് ലച്ചുവിൻ്റെ റാം എന്നും അവളുടെ വയറ്റിൽ വളരുന്നത് രഘുറാമിൻ്റെ കുഞ്ഞാണ് എന്നുമുള്ള സത്യം. ലച്ചു ഈ സത്യം മനസ്സിലാക്കുന്നു. അതോടെ വേണിയുടെ വിവാഹം മുടങ്ങുന്നു. ലച്ചുവിന്റെ റാം നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന രഘുറാമാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് രഘുറാമിന്റെ കുഞ്ഞാണ്.
രഘുവേട്ടനല്ല അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. ഞാൻ വിശ്വസിക്കില്ല. അവൾക്ക് ആള് തെറ്റിയതാ. എന്റെ രഘുവേട്ടൻ ഒരിക്കലും അവളെ നല്ല ആരെയും വഞ്ചിക്കില്ല. അവൾക്ക് തെറ്റ് പറ്റിയതാ അല്ലേ സോഫി? അവൾക്ക് തെറ്റ് പറ്റിയതല്ലേ? അവൾക്ക് തെറ്റ് പറ്റിയതാ. അവൾക്ക് തെറ്റ് പറ്റിയതാ. നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ റാം എന്റെ രഘുവേട്ടനായിരിക്കും? പറ സോഫി, പറ. എന്റെ രഘുവേട്ടനാണോ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ? അതെ, അവള് പറഞ്ഞത് സത്യമാണ്. എല്ലാ കഥകളും അവൾ എന്നോട് പറഞ്ഞു. നിന്റെ രഘുവേട്ടന്റെ ഫോട്ടോ അച്ചടിച്ച കല്യാണ കത്ത് ആരോ അവക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലേ സോഫി പറഞ്ഞത്? ലച്ചുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ രഘുവേട്ടനാണെന്ന്. എന്താച്ചോ ഒന്നും മിണ്ടാത്ത? ഞാനീ കേട്ട നേരാണോ? പറയാച്ചാ, പറ. വിവരങ്ങളൊക്കെ ഇന്ന് കാലത്താണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയുണ്ട് അച്ഛന്? വേണ്ട, നിങ്ങൾ എന്റെ അച്ഛനെ കാണണ്ട. നിങ്ങൾ കണ്ട എന്റെ അച്ഛന്റെ ജീവൻ വീണ്ടും അപകടത്തിലാവും. തൃപ്തിയായില്ലേ ഇപ്പൊ എല്ലാവർക്കും എന്റെ അച്ഛനെ ഈ നിലയിലാക്കിയപ്പോ? ഒന്നും മനഃപൂർവ്വമല്ല വേണി. രഘുവിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും അവൻ ചെയ്ത തെറ്റ് തന്നെയാ. തെറ്റല്ല, ചതി, കൊടും ചതി. എന്നോട് അയാൾ ചെയ്ത കൊടും ചതി. എന്നെ മാത്രമല്ല, എന്റെ ലച്ചുവിനെ ചതിച്ചു അയാള്. ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ ക്ഷണിക്കത്തടിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെയാ ഞങ്ങൾ നോക്കുക? രഘുവിന് അങ്ങനെ ഒരു ബന്ധമുള്ളത് ഞങ്ങളും വളരെ വൈകിട്ട് അറിഞ്ഞത്. പിന്നെങ്ങനെയാ? വേണ്ട, ഇനി എനിക്ക് അയാളെ വേണ്ട. അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു ഞാൻ. ഒരുത്തിക്ക് മനസ്സ് ശരീരവും കൊടുത്തിട്ട് മറ്റൊരുത്തിയോടൊപ്പം ജീവിതം പങ്കിടാൻ നടക്കുന്ന അയാളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അന്നേരം ഈ വേണി ആരാണെന്ന്. പിന്നെ ഒരു പെൺകുട്ടിയും അയാൾ ഈ ഭൂമുഖത്ത് നശിപ്പിക്കില്ല. വേണി, എനിക്ക് പറയാനുള്ളത് കൂടി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി കാണേ വേണ്ട നിങ്ങളെ ആരും. എന്തിനിപ്പ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? സ്വന്തം സഹോദരന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് മാപ്പിരക്കാനോ? അതോ എന്റെ അച്ഛന് വീണ്ടും കുരുതി കൊടുക്കാനോ? വേണി പ്ലീസ്, ഞാൻ പറയുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. വന്നിരിക്കുക, അനുജന്റെ പാപഭാരങ്ങളുടെ വിഴുപ്പ് കെട്ടുകളും ചുമന്നുണ്ട്. കാണണ്ട, ഒരാളുടെ സഹതാപം എനിക്ക് കാണണ്ട. പ്ലീസ് കടന്ന് പോവെന്റെ മുന്നിന്ന്. ഒരു നിമിഷം. അയാളെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും ഇനി എന്റെ മനസ്സിൽ ബാക്കി വെച്ചൂടാ. ഇതോടെ കൊണ്ടുപോയിക്കൊള്ളൂ.
സോഫി. എന്താ സോഫി? അത് അത് നമ്മുടെ ലച്ചു. ലച്ചു? അവള് 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 നമ്മളെയൊക്കെ വിട്ടു പോയടാ. എന്ത് എന്താ സോഫി പറയുന്നത്? അവള് സൂയിസൈഡ് ചെയ്തു. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിത സ്വപ്നങ്ങളിലേക്ക് വിധി നടത്തുന്ന കടന്നാക്രമണം. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. പിന്നെ ഗോവിന്ദൻ മാഷിന്റെയും വേണിയുടെയും ജീവിതയാത്ര മറ്റൊരു വഴിത്തിരിവിലെത്തുകയാണ്. കണ്ണു തുറക്കുമ്പോ ഞാൻ കാണുന്നത് എന്റെ ലച്ചുവിന്റെ മുഖം. പിന്നെ എന്റെ എല്ലാ സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയ ആ മനുഷ്യന്റെ മുഖം. എല്ലാം കൊണ്ട് ശപിക്കപ്പെട്ടൊരു നാടായത്. വയ്യ, ഇനി ഒരു നിമിഷം പോലെ നാട്ടിൽ വയ്യ. അത്രയ്ക്ക് മടുത്തു ഞാൻ. ഇവിടം വിട്ട് നമ്മളിനി എവിടെ പോകാനാ മോളെ? എവിടേക്കെങ്കിലും, അതെത്ര ദൂരെയായാലും വേണ്ടില്ല. പക്ഷെ ഇവിടെ ഇനി വയ്യ. ഇനി ഇവിടെ നിന്ന ഇവിടെ ഓർമ്മകൾ ഓരോ നിമിഷവും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. മോള് പറയണതൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ പോവാ. നമുക്ക് നമ്മുടെ അമ്മായിയുടെ അടുത്ത് പോയാലോ? ഈശ്വര, എന്താ ശ്രീദേവി അമ്മ ഇതുവരെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഓ, ഇനി 2 കടയിൽ കൂടെ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓ, എന്തൊരു വെയിലുണ്ട് ഈശ്വര. മോള് തനിച്ചേ ഉള്ളൂ. അനന്ത, ഈ മാല നീ കൊണ്ടുപോരുത്. എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ഇത് കൊണ്ടുപോരുത്, കൊണ്ടുപോരുത്. ഇതിപ്പം മാലയായിട്ടുള്ളൂ. ഇനി കൊണ്ടുപോകാൻ പോണത് തള്ളടി മോളെയായിരിക്കും. പെട്ടിയും പ്രമാണമായിട്ടൊന്ന് വിരുന്നുകാർക്ക് ഏതായാലും കാഴ്ചക്ക് നല്ലൊരു വകയായി. വരവ് കണ്ടിട്ട് കുറച്ച് ദിവസം കൂടെ കാണുന്ന മട്ടുണ്ടല്ലോ. ആ, വരാം ഞാൻ.
വിസ്തരിച്ചൊന്ന് പരിചയപ്പെടാനായിട്ട്. ആരാ മനസ്സിലായില്ല. ഞാനോ പോളെ ഗോവിന്ദൻ. ആലംബഹീനരായ ശ്രീദേവി അമ്മയ്ക്കും മക്കൾക്കും ഗോവിന്ദൻ മാഷിന്റെയും വേണിയുടെയും വരവ് അവർക്ക് ഒരു താങ്ങും തണലുമായി മാറുകയാണ്. തിണ്ണമിടുക്കിന്റെ അഹങ്കാരത്തിൽ വിലസുന്ന നാലാംകിട റൗഡിയായ അനന്തന് വേണി കണ്ണിലെ കരടായി മാറുന്നു. എന്റെ അമ്മായിക്ക് പണം പലിശ കൊടുക്കുന്നത് തന്നെ എനിക്കിഷ്ടം. മുതലും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് ഒറ്റയടിക്കല്ലേ കയ്യിലേക്ക് വരുന്നേ. അനന്തേട്ടനെ മുട്ടിയ കൈക്ക് ഈടാക്കാൻ അമ്മായിയുടെ അവിടെ വേറെയും ചിലരുണ്ടല്ലോ, അല്ലേ അരവിന്ദ? ആനന്ദേട്ടൻ ആള് ഭാഗ്യം ചെയ്തവനാ. അമ്മായിയുടെ 2 പെമ്മക്കൾക്ക് പുറമെ ഇപ്പം വേറൊരുത്തി കൂടെ വന്നിട്ടുണ്ടല്ലോ. എന്തായാലും ഉള്ളത് 3 വെറൈറ്റിയാ. അതെടാ, 3 വെറൈറ്റി തന്നെയാ. എന്താ നിന്റെയൊക്കെ വിചാരം? നീ ആരാ? പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ, തൊടില്ല നീ എന്നെ. തൊട്ടാ നിനക്ക് പൊള്ളും. ഇതിന്ദുവോ നന്ദിനിയോ ശ്രീദേവി അമ്മയോ ഒന്നുമല്ല, വേണിയാ, കൃഷ്ണവേണി. ഒരു കൃഷ്ണവേണി. നാദാപുര അങ്ങാടി വിറപ്പിച്ച ഉണ്ണിയാർച്ചൊന്നും അല്ലല്ലോ നീയെ. കൊമ്പും ബമ്പത്തരോ നീ അനന്തനോട് വേണ്ട. വല്ലാതെ കളിച്ചാലേ നാട് മുഴുവൻ നിരത്ത് ഞാൻ നിന്റെ ആ പഴയ നാറ്റക്കേസുകള്, നിന്റെ കല്യാണം മുടങ്ങിയതും കൂട്ടുകാരി ഒരുത്തി കെട്ടിത്തൂങ്ങി ചത്തുതൊക്കെ ഈ അങ്ങാടി മൊത്തം വിളമ്പണോ ഞാൻ? നിന്റെ നല്ല പിള്ള ചമയലങ്ങ് അമ്മായിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് മതി, ഈ അനന്തന്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോഴേ നടുങ്ങി വിറച്ച് ഞാൻ അങ്ങ് തേങ്ങൂന്ന് കരുതിയോ? പറയടാ, നാട് മൊത്തം നടന്ന് പറ. വിലപ്പെട്ട ഒരു ജീവിതം വേണ്ടാന്ന് വച്ചവളാ ഞാൻ. ഇനി എനിക്കൊന്നും തിരിഞ്ഞു നോക്കാനില്ല. എന്തും നേരിടാൻ ഒരുങ്ങിയിട്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ്. പാവം പിടിച്ച കുറെ പെണ്ണുങ്ങളോട് നീ കാണിക്കുന്ന ഈ 4-കിട ചെറ്റത്തരമുണ്ടല്ലോ, അത് ഈ കൃഷ്ണവേണിയുടെ അടുത്ത് വേണ്ട. നിർത്തണേ അവളുടെ ഒരു ചെലക്കല്. വല്ലാണ്ട് കൊമ്പത്ത് കേറിയാലുണ്ടല്ലോ ഒടിച്ചു മടക്കും ഞാൻ. നിന്നെയൊക്കെ തൊട്ടാലേ എന്റെ കയ്യ നാറ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ കയ്യെ ഓങ്ങിയിട്ടുള്ളൂ. ഇനി എന്റെ അമ്മായിയും മക്കളെയും വരട്ടാനായി അങ്ങോട്ടെങ്ങാനും വന്നാലുണ്ടല്ലോ, ആ പാവ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച പണം ഉണ്ടല്ലോ, അത് നീ അവിടെ കൊണ്ടെത്തിക്കും, എത്തിച്ചിരിക്കും. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം.